ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആലപ്പുഴ പാലക്കാട് ജില്ലകൾക്ക് നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ PSCയുടെ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് മിസ്റ്റേക്സ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. അത് ഒരുപാട് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ്. 80 ക്വസ്റ്റ്യൻസിൽ തന്നെ 6 ക്വസ്റ്റ്യൻസും കൺഫ്യൂസിങ് ആയിരുന്നു. 6 ക്വസ്റ്റ്യൻസും കൺഫ്യൂസിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷനിൽ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു എക്സാമിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് നമ്മുടെ സിലബസിൽ കറണ്ട് അഫയേഴ്സ് 20 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് പകുതി മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ അല്ലേ. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ പറഞ്ഞ കമ്പ്യൂട്ടറിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ചരിത്രം, ഭരണഘടന, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അല്ലേ. ഇതുവരെയുള്ള ഒരു കാഴ്ചപ്പാടിൽ 100 വരെ ക്വസ്റ്റ്യൻസുകളിൽ 5 വരെ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രൊഫഷൻ ആൻസർ എടുത്ത് നോക്കിയാൽ തന്നെ അതും നമ്മുടെ ആൻസേഴ്സും തമ്മിൽ ഒരുപാട് മിസ്മാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഭാഗമല്ലാതിരുന്നത് ആരാണല്ലേ. ഓപ്ഷൻസ് A V കുട്ടിമാളു അമ്മ, T സുനന്ദാമ്മ, അക്കാമ ചെറിയൻ. ഓപ്ഷൻ D കൊടുത്തിട്ടുണ്ട്, ആനി മസ്ക്രീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ B ആണ്, T സുനന്ദാമ്മയാണ് അല്ലേ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, വന്ദേ മാതരം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഉറുദു പത്രം, ഉറുദു മാസിക, ബംഗാളി പത്രം, ബംഗാളി മാസിക. ഏതാണ്? ഉറുദു പത്രമാണ് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. മൂന്നാമത്തെ ചോദ്യം, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ A ആണ്, ജോൺ ലോക്ക് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, സൺ യാത് സെനിന്റെ തത്വങ്ങൾ ഏവ? സൺ യാത് സെനിന്റെ തത്വങ്ങൾ ഏതാണ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കൊടുത്തിട്ടുണ്ട് ദേശീയത എന്ന് കൊടുത്തിട്ടുണ്ട്, ജനാധിപത്യം എന്ന് കൊടുത്തിട്ടുണ്ട്, സോഷ്യലിസം എന്ന് കൊടുത്തിട്ടുണ്ട്, സ്വാതന്ത്ര്യം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് A 1 മാത്രം, B 1 2, C 1 2 3, D ഇവയൊന്നുമല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ C ആണ്, 1 2 3. അതായത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സൺ യാത് സെനിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, UN ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? UN ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 193 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആണ്, 193. അടുത്ത ചോദ്യമാണ്, ആറാമത്തെ ചോദ്യമാണ്, ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നാങ്കിങ് ഉടമ്പടി, ഷാങ്കായ് ഉടമ്പടി, യാങ്സി ഉടമ്പടി, യനാൻ ഉടമ്പടി. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, നാങ്കിങ് ഉടമ്പടിയാണ് അല്ലേ. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണത്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഓപ്ഷൻസ് നോക്കിക്കേ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപദ്രുവ ന്യൂനമർദ്ദ മേഖല. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്? ഒരു സമാധാനമായി പഠിച്ചൊരു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A ആണ്, സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നതാണ്. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ, വളരെ ഈസി ആയിട്ട് തന്നെയാണ് കടന്നുപോയത്. ഒൻപതാമത്തെ ചോദ്യം, നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ഏതാണ് എന്നുള്ളതാണ്. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ഏതാണ്? ഓപ്ഷൻ നോക്കിക്കുക. ഓപ്ഷൻ A സാന്ദ്രീകരണം എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ B ജാലകം എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ C ജലപാതം എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആണ്, ആർദ്രതയാണ്. ഓക്കെ, ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത 9 ക്വസ്റ്റ്യൻസ് കടന്നുപോയി. അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം, റിമോട്ട് സെൻസിങ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രശസ്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ C ആണ്. 11ാമത്തെ ചോദ്യം, ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? റൈറ്റ് ആൻസർ ഓപ്ഷൻ B ആണ്, കാക്കിനന്ദ, പുതുച്ചേരി അല്ലേ.
അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ അളവ് എത്രയാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ, 66.5 അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം, ദേശീയ സാമ്പിൾ സർവേ ഓഫ് ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ തൊഴിലില്ലായ്മ സർവേ, ഓപ്ഷൻ ബി ഉപഭോക്തൃ ചെലവ് സർവേ, ഓപ്ഷൻ സി ദേശീയ കുടുംബാരോഗ്യ സർവേ, ഓപ്ഷൻ ഡി സാമ്പത്തിക സെൻസസ്. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? തൊഴിലില്ലായ്മ സർവേയാണോ, അതുപോലെ തന്നെ ഉപഭോക്തൃ ചെലവ് സർവേ ആണോ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ദേശീയ കുടുംബാരോഗ്യ സർവേ ആണ് അല്ലേ. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം, ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വ്യവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏതാണ്? 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏതാണ്? മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗ് പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏതാണ്? ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അത് തന്നെയാണ് അല്ലെ. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതാണ്. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യം നോക്കിയാൽ ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? അത് ആൻസർ കീഴിൽ കൊടുത്തിട്ടുള്ളത് എ ആണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. എന്നാൽ ഓഗസ്റ്റ് 22 ഒരു വാർത്ത വന്നിരുന്നു. ലേറ്റസ്റ്റ് ന്യൂസ് ആണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയാണ്. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക. പക്ഷെ കൊടുത്തിട്ടുള്ളത് പ്രൊഫഷൻ ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ആണ് കാണാൻ പറ്റുക. അപ്പോൾ ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 22 ബാങ്ക് ഓഫ് ബറോഡയാണ്. അപ്പോൾ ഈയിടെ എന്നവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എവിടെ കൊടുത്തിട്ടുണ്ട്? അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആ അടിസ്ഥാനത്തിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേതാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ്. അപ്പോൾ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യമാണ് 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്തിനെയാണ്? ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നിന്നുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. 20ാമത്തെ ചോദ്യം, ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. കരമേഖലയാണോ അതോ വായുമേഖലയാണോ? ആ രാജ്യത്തിൻ്റെ തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖലയാണോ അതോ ആ രാജ്യത്തിൻ്റെ തീരപ്രദേശമാണോ? ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖലയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ജനാധിപത്യം. ഓക്കെ. 22ാമത്തെ ചോദ്യം, താഴെ പറയുന്ന അവകാശങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നതാണ് കേട്ടോ ചോദ്യം. പെടുന്നത് ഏതൊക്കെയാണ്? ആദ്യത്തെ നോക്കി ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ശരിയാണ്. രണ്ടാമത്തെ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ശരിയാണ്. മൂന്നാമത്തെ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, അതല്ല. അപ്പോൾ 1, 2, 4 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 4. ഓക്കെ. അടുത്തത് 23ാമത്തെ ചോദ്യം, ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? കാര്യനിർവഹണ വിഭാഗത്തിലാണ് പെടുന്നത്. അടുത്തത് 24ാമത്തെ ചോദ്യം, അതൊരു നോട്ട് ആൻസർ കണ്ടീഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാര്യം ചോദിച്ചിരിക്കുന്നത് രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നോക്കിക്കേ, രാജ്യസഭ സ്പീക്കർ സ്ഥാനം, രാജ്യസഭയ്ക്ക് സ്പീക്കർ അല്ല ചെയർമാനാണ്. അധ്യക്ഷനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശരി, അതല്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നത് സ്പീക്കറാണ്. രാജ്യസഭ ഹാസ് നോട്ട് എ സ്പീക്കർ, എന്താണ് ചെയർമാനാണ് ഉള്ളത്, അല്ലെങ്കിൽ അധ്യക്ഷനാണുള്ളത്. അപ്പം അതും തെറ്റാണ്. പക്ഷെ നോക്കി രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല, അതും തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ രാജ്യസഭ അംഗങ്ങൾ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു, അതും തെറ്റാണ്. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്, അതും തെറ്റാണ്. സംഭവം 4ഉം തെറ്റാണ്. പക്ഷെ ഓപ്ഷൻസിൽ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ 2, 3, 4 എന്നുള്ളൊരു സംഭവം കിടക്കാം.
പ്രൊവിഷൻ ആൻസർ കീയിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത്, അതായത് 2, 3, 4. ഓക്കെ. അടുത്ത ചോദ്യമാണ് 25ാമത്തെ ചോദ്യം. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ വരുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? ഏതാണ്? ക്യാബിനറ്റ് മന്ത്രി, സഹമന്ത്രി, ഉപമന്ത്രി, പ്രത്യേക ചുമതല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സഹമന്ത്രിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. 26ാമത്തെ ചോദ്യമാണ്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ, ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയായിരുന്നു സുപ്രീം കോടതി ആദ്യ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇതിൽ പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദ്യം. ഏതാണ് ശരി? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3. ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയായിരുന്നു സുപ്രീം കോടതി ആദ്യ ചീഫ് ജസ്റ്റിസ്. അതുപോലെ തന്നെ മൂന്നാമത്തെ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. ഓക്കെ. അടുത്ത 27ാമത്തെ ചോദ്യം. ഈ സഞ്ജീവനി പദ്ധതിയിൽ ആദ്യമായി നടപ്പാക്കിയത് ഏത് സംസ്ഥാനമാണ്? 27ാമത്തെ ചോദ്യമാണ്, അതും തെറ്റാണ് കേട്ടോ. കറക്റ്റ് ആൻസർ ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ് ഓപ്ഷൻസിലില്ല. തമിഴ്നാട്, കേരളം, പഞ്ചാബ്, ഹരിയാന എന്നാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ആന്ധ്രാപ്രദേശാണ്. അടുത്തത് 28ാമത്തെ ചോദ്യം. അപ്പോൾ 27ഉം ഒരു റോങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻസിലില്ല. 28, താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും, ഏതാണത്? ജനനി ജന്മരക്ഷ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യം. കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക്, കണ്ടൽ കാടുകളുടെ സംരക്ഷണമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ. 29ാമത്തെ ചോദ്യത്തിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 30ാമത്തെ ചോദ്യം. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശ്രീ പിണറായി വിജയനാണ്. 31ാമത്തെയും നോട്ട് ആൻസർ ആണ്. കാരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 2ഉം 3ഉമാണ് ആൻസർ, പക്ഷെ അത് ഓപ്ഷനിലില്ല. അതുകൊണ്ട് ഇതൊരു നോട്ട് ആൻസർ കണ്ടീഷനിലേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ 31ഉം നോട്ട് ആൻസർ ആയി. ഓക്കെ. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം. തെളിനീരൊഴുകും നവകേരളം പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ എന്നുള്ളതാണ് ആ പദ്ധതി ലക്ഷ്യമിടുന്നത്. 32ാമത്തെ ആൻസർ ബി ആണ്. ഇനി അടുത്തത് 33ാമത്തെ ചോദ്യം. ഒന്നായി മുന്നേറാം എന്ന വാക്യം കുടുംബശ്രീ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കുടുംബശ്രീ. ഓക്കെ. അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യം. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരതുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇതേത് രോഗമാണ്? പാർക്കിൻസൺസ് ആണ് അല്ലേ? ഡൗട്ടൊന്നുമില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 35ാമത്തെ തൊഴിൽ ജന്യ രോഗം അല്ലാത്തത് ഏതാണ്? സോറിയാസിസ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതൊന്നും നമുക്ക് ഡൗട്ടില്ല, അതിലൊന്നും ഡൗട്ട് വരേണ്ട കാര്യമില്ല. 35ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ മോണോസൈറ്റും ന്യൂട്രോഫിനുമാണ്. അടുത്തത് 37ാമത്തെ ചോദ്യം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കേഴ്സൺ, ഏതാണ്? നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് ആണ് അല്ലെ. റേച്ചൽ കേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സൈലന്റ് സ്പ്രിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. അടുത്ത ചോദ്യം 38ാമത്തെ ചോദ്യം. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? ഓപ്ഷൻ എ കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. ഓപ്ഷൻ ബി സോഡിയം, മാഗ്നീഷ്യം, സിങ്ക്, കോപ്പർ. ഓപ്ഷൻ സി അയേൺ, കാൽഷ്യം, ക്ലോറൈഡ്, മാഗ്നീഷ്യം. ഓപ്ഷൻ ഡി കാൽഷ്യം, മാഗ്നീഷ്യം, അയേൺ, സിങ്ക്. സ്ഥൂലധാതുക്കളാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. ഓക്കെ. അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹപൂർവ്വം എന്നാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്.
40ാമത്തെ ചോദ്യം, പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതാണ്? ആറ്റ്പാഡ് ആണ്. ഓക്കെ, ആറ്റ്പാഡിയാണ് റൈറ്റ്. അടുത്ത ചോദ്യം 41ാമത്തെ ചോദ്യം, പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിലുള്ള സഹകരണ കേന്ദ്രമായി 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ഹൈദരാബാദ്, NIIMH. ഓക്കെ, 42ാമത്തെ ചോദ്യം, അതും നോട്ട് ആൻസർ ആണ്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനമാണ്. അത് ഇതിൽ കൊടുത്തിട്ടില്ല. അപവർത്തനം, പ്രതിഫലനം, വിസരണം, പൂർണ്ണ ആന്തര പ്രതിഫലനം എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രകീർണമാണ് റൈറ്റ് ആൻസർ. അത് ഇതിൽ കൊടുത്തിട്ടില്ല. സോ അതും ഒരു നോട്ട് ആൻസർ കണ്ടീഷനിലേക്ക് പോകുന്നു. അടുത്തത് 43ാമത്തെ ചോദ്യം, ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏത് എന്നാണ്? ന്യൂട്ടന്റെ 1ാം ചലന നിയമം, ഓപ്ഷൻ ബി ന്യൂട്ടന്റെ 2ാം ചലന നിയമം, ഓപ്ഷൻ സി ന്യൂട്ടന്റെ 3ാം ചലന നിയമം. ഇവയൊന്നുമല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ന്യൂട്ടന്റെ 1ാം ചലന നിയമമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ന്യൂട്ടന്റെ ചലന നിയമം അല്ലെ, ലോ ഓഫ് ഇനേഷ്യ. അടുത്തത് 44ാമത്തെ, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഏതാണ്? പാസ്കൽസ് നിയമമാണ് അല്ലെ. 45ാമത്തെ ചോദ്യം, ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ വന്ദേ ഭാരതാണ്. ചന്ദ്രയാൻ 3 ഇതൊക്കെ സ്പീഡിൽ പോകും. വിക്രമാണ് അല്ലെ, സ്പീഡിൽ പോകുന്നുണ്ടാവും. അടുത്തത് 47ാമത്തെ ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയിൽ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് 47ാമത്തെ ചോദ്യം. അത് തന്നെയല്ലേ, ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് എന്താണ് എന്നാണ്. എന്താണ്? ഓർഗനൈസർ എന്ന് കൊടുത്തിട്ടുണ്ട്. ടെന്നസിൻ, മോസ്കോവിയം, നിഹോണിയം. ഏതാണ് ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് ഏതാണ്? ഓർഗനൈസൺ ആണോ, ടെന്നസിൻ ആണോ, മോസ്കോവിയം ആണോ, നിഹോണിയം ആണോ? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഓർഗനൈസൺ ആണ്. ഓക്കെ, അടുത്തത് 48ാമത്തെ ചോദ്യം, ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഘടകം? 1:3 ആണ് അല്ലേ, 1:3 ആണ്. 49ാമത്തെ ചോദ്യം എന്താണ്? ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1C, 2A, 3D, 4B എന്നാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം 50ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. 50ാമത്തെ ചോദ്യം, ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ക്രോമിയമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓസ്മിയം, മെർക്കുറി, ക്രോമിയം, ഇറിഡിയം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? അത് ക്രോമിയമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻസ് നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ എടുത്തതെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.